ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലക്ഷദ്വീപിൽ വികസനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ജമ്മു കാശ്മീർ സുരക്ഷാ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. മികച്ച ജനപങ്കാളിത്തത്തോടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. നവകേരള സദസ്സിന് ഇന്ന് സമാപനം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 339 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിലായി ലക്ഷദ്വീപിൽ നിരവധി തൊഴിലവസരങ്ങളാണ് ഇന്നുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിൽ വികസനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഗത്തിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദ്വീപിലെ മത്സ്യബന്ധന സമൂഹത്തിനായി അത്യാധുനിക സംവിധാനങ്ങളാണ് സർക്കാർ നൽകിയത്. അഗത്തി വിമാനത്താവളത്തിന് സമീപം സജ്ജമാക്കിയ ഐസ് പ്ലാന്റ് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും സമുദ്ര ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. കടലിനടിയിലേക്കുള്ള കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ കണക്ഷൻ പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നു. ദ്വീപിലെ ഇന്റർനെറ്റ് വേഗത 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് കടമത്തു ദ്വീപിൽ ഉദ്ഘാടനം ചെയ്യും. ബാറ്ററി പിന്തുണയോടെയുള്ള സൌരോർജ്ജ പദ്ധതി കവരത്തിയിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഇന്ത്യ ബറ്റാലിയൻ സമുച്ചയത്തിലെ പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും. കൽപ്പേനിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആന്ത്രോത്ത്, ചെത്തിലത്ത്, കടമത്ത്, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലെ മാതൃക അംഗൻവാടി കേന്ദ്രങ്ങളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ 20,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. റെയിൽ, റോഡ്, എണ്ണ, വാതകം, ഷിപ്പിംഗ്, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത്. 1100 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് മുതൽക്കൂട്ടാകുമെന്നും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിലെ യുവജനങ്ങൾക്ക് ഇതുവഴി ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്ക കെടുതിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായും ശ്രീ മോദി അറിയിച്ചു. രാജ്യത്തിന് ദിശാബോധം നൽകുന്നതിൽ സർവകലാശാലകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുച്ചിറപ്പള്ളിയിലെ ഭാരതീദാസൻ സർവകലാശാലയുടെ 38ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വികസനത്തിന് പിന്നിലെ സുപ്രധാന ഘടകങ്ങളിലൊന്ന് സർവകലാശാലകളുടെ ഉയർച്ചയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നളന്ദ, തക്ഷശില പോലുള്ള പുരാതന സർവകലാശാലകൾ ഭാരതത്തിൽ സ്ഥിതി ചെയ്തിരുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തി. In the ability of young people to make the year till 2047 the most important in our history. Indian youth are already creating such a world. Young scientists help us ship vaccines to the world during COVID-19. Indian science is on the world map through missions like Chandrayaan. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചകഴിഞ്ഞ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിക്കും. ഇതോടനുബന്ധിച്ച് റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് തൃശൂർ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 11 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര, സംസ്ഥാന, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല.
ജമ്മുകാശ്മീർ സുരക്ഷാ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. ജമ്മുകാശ്മീരിൽ ഉണ്ടാവുന്ന തുടർച്ചയായ ഭീകരാക്രമണ സംഭവങ്ങൾ യോഗം വിലയിരുത്തി. പ്രാദേശിക രഹസ്യാന്വേഷണ സംഘത്തെ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക, അർദ്ധസൈനിക, പോലീസ് വിഭാഗങ്ങൾക്കിടയിലെ ഏകോപനത്തിനും യോഗത്തിൽ തീരുമാനമായി. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ ജമ്മുകാശ്മീരിലെത്തും. ഷേർ-ഇ-കശ്മീർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിലും കത്വയിൽ നടക്കുന്ന ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോയിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. വിവിധ ജില്ലകളിൽ ആവേശകരമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തി. നാളെ മണ്ണന്തല, നാലാഞ്ചിറ എന്നിവിടങ്ങളിൽ യാത്രയെത്തും. എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും ഇന്ന് പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ നിരവധി പേരാണ് വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ്സിന് സമാപനം. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ ഇന്ന് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. കേരളത്തിൽ ദേശീയപാതകളുടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കുന്നത്തുനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നടക്കില്ല എന്ന് കരുതിയ നിരവധി വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ഈ മാസം 10-ാം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി ഈ മാസം 14-ന് 50,000-ആയും മകരവിളക്ക് ദിനത്തിൽ 40,000-ആയും പരിമിതപ്പെടുത്തി. 16 മുതൽ 20 വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൌകര്യമൊരുക്കിയിട്ടുണ്ട്. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 339 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഫീബി ലിച്ച്ഫീൽഡ് സെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ശ്രേയങ്ക പാട്ടീൽ 3 വിക്കറ്റ് നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എടുത്തിട്ടുണ്ട്. അതേസമയം ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഓസ്ട്രേലിയ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് നാളെ തുടക്കം. കേപ്പ് ടൌണിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് കളി ആരംഭിക്കുക. 4 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 3 സീറ്റുകളിലേക്കും സിക്കിമിലെ 1 സീറ്റിലേക്കുമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഈ മാസം 9 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വോട്ടെടുപ്പ് 19-ന് നടക്കും. ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ്, സുശീൽ കുമാർ ഗുപ്ത, നരേൻ ദാസ് ഗുപ്ത എന്നിവരുടെ കാലാവധി ഈ മാസവും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ ഹിഷേ ലച്ചുങ്പയുടെ കാലാവധി അടുത്ത മാസവും പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന നൽകുന്നതിൽ സുതാര്യത കൊണ്ടുവരാൻ ഏർപ്പെടുത്തിയ ഇലക്ടറൽ ബോണ്ട് വിൽപ്പനയ്ക്ക് തുടക്കമായി. ഈ മാസം 11 വരെ SBIയുടെ 29 അംഗീകൃത ശാഖകൾ വഴി ഇലക്ടറൽ ബോണ്ട് വാങ്ങാനാകും. വിതരണം ചെയ്ത് 15 ദിവസം വരെയാണ് ബോണ്ടിന് സാധുതയുള്ളത്. രാജ്യത്ത് കൽക്കരി ഉൽപ്പാദനത്തിൽ 10.75% വർധന ഉണ്ടായതായി കൽക്കരി ഖനി മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം 83 ദശലക്ഷം ടൺ കൽക്കരി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഈ വർഷം അത് 92 ദശലക്ഷം ടണ്ണായി ഉയർന്നു. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൊത്ത കൽക്കരി ഉൽപ്പാദനം 684 ദശലക്ഷം ടണ്ണായി ഉയർന്നു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങളാണ് കൽക്കരി മേഖലയുടെ ഉയർച്ചയ്ക്ക് കാരണമായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ടോക്കിയോയിലെ ഹാനഡ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ജപ്പാൻ എയർലൈൻസ് വിമാനത്തിന് തീപിടിച്ചു. വിമാനം പൂർണ്ണമായി കത്തിയെങ്കിലും വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരുമടക്കം 379 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചതായാണ് റിപ്പോർട്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 379 പോയിന്റ് താഴ്ന്ന് 71,892-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 76 പോയിന്റ് കുറഞ്ഞ് 21,666-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലക്ഷദ്വീപിൽ വികസനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും.
ജമ്മു കാശ്മീർ സുരക്ഷാ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. മികച്ച ജനപങ്കാളിത്തത്തോടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. നവകേരള സദസ്സിന് ഇന്ന് സമാപനം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 339 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.